ചെയ്തു, കാർത്തികേയൻ ശിക്ഷിക്കപ്പെട്ടു. അതിന് നന്ദിനിയെ കുറ്റപ്പെടുത്തണ്ട. അപ്പൊ ഇവള് പറയുന്നതാണ് സത്യം, ഇവള് പറയുന്നത് മാത്രമാണ് സത്യം. അങ്ങനെയാണെങ്കിൽ ചിലമ്പൊരുക്കം നടത്താതെ തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോയാൽ മതി. കാർത്തികേയ, ഇക്കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. മിണ്ടാതിരിക്കണോ? ജയിലിലെ ഇരുട്ടുമുറി കിടന്ന് കൊതുകടിയും കൊണ്ട് കാർത്തികൻ തിരിച്ചു വന്നിരിക്കുന്നത് ഇവളോടും തന്നോടും തന്റെ കുടുംബത്തിനോടും പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെയാണോ? അതിലാദ്യത്തേത് ഈ ചിലമ്പൊരുക്കം മുടങ്ങിയതായിട്ട് അങ്ങ് കണക്കി വെച്ചോ. തിരുമേനി, ചിലമ്പൊരുക്കത്തിന് വടക്കേക്കാവുകാർക്ക് സമ്മതമല്ല. ചിലമ്പൊരുക്കം നടക്കില്ല. ഈ കാർത്തികനാ പറയുന്നേ. കാണിച്ചു തരാ ഞാൻ. തൃപ്തിയായല്ലോ നിനക്ക് അല്ലേ? എന്തായിരുന്നു നിന്റെയും കുടുംബത്തിന്റെ അഭിനയം? ഈ ചടങ്ങ് നടത്താൻ ഞങ്ങളെക്കാൾ ഉത്സാഹം നിങ്ങൾക്കാണ് എന്നതാണല്ലോ ഭാവം. നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഇപ്പൊ എന്റെ കുടുംബം അനുഭവിക്കുന്നത്. നീ മിണ്ടരുത്, നീ സംസാരിക്കണ്ട. ഓ, ഇനിയിപ്പോ എന്ത് കാണാനാ നീ കുടുംബം ഇവിടെ നിൽക്കുന്നത്? ഒന്നും ഇറങ്ങി പൊക്കൂടെ? അച്ഛാ, മോളെ, അച്ഛൻ ഇവരെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയിട്ട് തിരിച്ചു വാ. എനിക്കൊരിടത്ത് പോവാനുണ്ട്. എങ്ങോട്ടാ മോളെ? അച്ഛൻ ചെല്ല.